പ്രശസ്ത ബൾഗേറിയൻ പ്രവാചക ബാബ വാങ്കയോട് ഉപമിക്കപ്പെടുന്ന ജപ്പാനിൽ നിന്നുള്ള മറ്റൊരു പ്രവാചക നടത്തിയ ഭാവിയിലെ ഒരു ആഗോള പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രവചനം പുറത്തു. കൃത്യമായ പ്രവചനങ്ങൾക്ക് പേരുകേട്ട കോമിക് കലാകാരിയും പ്രവാചകയുമായ റിയോ തത്സുക്കി 2030 ഉയർന്നു വരാൻ സാധ്യതയുള്ള മാരകമായൊരു വൈറസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വൈറസ് COVID-19 പാൻഡമിക്കിനെ അനുസ്മരിപ്പിക്കുമെന്നും ആഗോളതലത്തിൽ ആരോഗ്യത്തിന് കാര്യമായ ഭീഷണി ഉയർത്തുമെന്നും അവർ അവകാശപ്പെടുന്നു. പ്രവചന വൈഭവം കാരണം പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന തത്സുക്കി, ഫ്രെഡി മെർക്കുറിയുടെയും രാജകുമാരി ഡയാനയുടെയും മരണം, 2011 കോബി ഭൂകമ്പം, COVID-19 പാൻഡമിക് തുടങ്ങിയ സംഭവങ്ങൾ മുമ്പ് പ്രവചിച്ചിട്ടുണ്ട്. ദ ഫ്യൂച്ചർ ആസ് ഐ സീ ഇറ്റ് എന്ന 1999 പുറത്തിറങ്ങിയ തന്റെ പുസ്തകത്തിൽ 2020 ഏപ്രിലിൽ അജ്ഞാതമായ ഒരു വൈറസ് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമെന്ന് അവർ പ്രവചിച്ചു. പിന്നീട് അത് അപ്രത്യക്ഷമാകുകയും ഒരു ദശാബ്ദത്തിനു ശേഷം വീണ്ടും വരികയും ചെയ്യുമെന്ന് പ്രവചനമുണ്ട്. 2030 കൂടുതൽ വിനാശകരമായ മറ്റൊരു വൈറസ് ഉണ്ടാകുമെന്ന് അവർ ഇപ്പോൾ പ്രവചിക്കുന്നു. അത് നിരവധി മരണങ്ങൾക്ക് കാരണമാകും. ബാബ വാങ്കയുമായുള്ള താരതമ്യം അവരുടെ സ്വന്തം പ്രവചനങ്ങളുടെ ശ്രദ്ധേയമായ ചരിത്രത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. 12 വയസ്സുള്ളപ്പോൾ ഒരു കൊടുങ്കാറ്റിൽ കാഴ്ച നഷ്ടപ്പെട്ട ബാബ വാങ്ക ആ സംഭവം ഭാവി പ്രവചിക്കാനുള്ള കഴിവ് തനിക്ക് ലഭ്യമാക്കി എന്ന് അവകാശപ്പെട്ടു. തന്റെ പ്രവചനങ്ങളിൽ ഏകദേശം 85% അവർ കൃത്യമായി പ്രവചിച്ചുകൊണ്ട് ആഗോള അംഗീകാരം നേടി. ഇന്ത്യയിൽ വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന തത്സുക്കിയുടെ പ്രവചനങ്ങൾ കൂടി ആയതോടെ ആശങ്ക ഉയർന്നിട്ടുണ്ട്. തന്റെ വൈറൽ പ്രവചനത്തോടൊപ്പം 2025 ജൂലൈയിൽ ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നും തത്സുക്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂകമ്പം സജീവമായ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ജപ്പാനിൽ പ്രതിവർഷം 1500 ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നു. അവയിൽ പലതും കുറഞ്ഞ തീവ്രത കാരണം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. എന്നിരുന്നാലും 2011 ഭൂകമ്പവും തുടർന്നുണ്ടായ സുനാമിയും ഫുകുഷിമ ആണവ നിലയത്തിന് കേടുപാടുകൾ വരുത്തിയതുമെല്ലാം വ്യാപകമായ നാശത്തിന് കാരണമായി. തത്സുക്കി ഇത് പ്രവചിച്ചിരുന്നു. ജപ്പാന്റെ ടൂറിസം വ്യവസായത്തെ ബാധിക്കുന്ന ഭൂകമ്പ പ്രവചനം വീണ്ടും ആവർത്തിക്കുന്നതാണ് തത്സുക്കിയുടെ പുസ്തകത്തിന്റെ പുതിയ പതിപ്പ്. ഈസ്റ്റർ ദിനത്തിൽ ജപ്പാനിലേക്കുള്ള ബുക്കിംഗുകളിൽ ഗണ്യമായ കുറവുണ്ടായതായും വരും മാസങ്ങളിൽ കൂടുതൽ കുറവുണ്ടാകുമെന്നും ഹോങ്കോങ് ട്രാവൽ ഏജൻസിയായ WWPKGയുടെ മാനേജിംഗ് ഡയറക്ടർ CN യുവാൻ പറഞ്ഞു. കൂടാതെ തായ്ലാന്റിലും വിയറ്റ്നാമിലും ഭൂകമ്പ സാധ്യതയെക്കുറിച്ചുള്ള ഓൺലൈൻ മുന്നറിയിപ്പുകൾ വൈറലാകുന്നത് യാത്രക്കാരിൽ ആശങ്കയുണ്ടാക്കുന്നു. ലോകം ജാഗ്രത പാലിക്കുമ്പോൾ ഭാവിയിലെ വെല്ലുവിളികളെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി തത്സുക്കിയുടെ പ്രവചനങ്ങൾ മാറുകയും അത് ആഗോള മേഖലയിൽ തന്നെ തയ്യാറെടുപ്പുകൾക്ക് കാരണമായി മാറുകയുമാണ്.